രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. വാൽമീകി രാമായണത്തിൽ നമ്മൾ കണ്ടത് ഭരതൻ ജ്യേഷ്ഠനായിട്ട് ശ്രീരാമൻ്റെ അഭിപ്രായം കേട്ടു. അത് വസിഷ്ഠനൊക്കെ ശരിവെച്ചു. എല്ലാ വാദപ്രതിവാദങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ഒറ്റ കാര്യത്തിലേക്ക് വന്നു. ഏട്ടൻ പറഞ്ഞത് അനിയൻ കേൾക്കണോ, അനിയൻ പറഞ്ഞത് ഏട്ടൻ കേൾക്കണോ? ഒറ്റ ചോദ്യം മതി, ബാക്കിയൊക്കെ വിട്ടുകളയുക. ഏട്ടൻ പറയണത് അനിയനല്ലേ കേൾക്കേണ്ടത്. ധർമ്മശാസ്ത്രത്തിന് അനുസരിച്ചിട്ട് നോക്കണ ഒരു ആൾ ആണ് ഏട്ടൻ എന്നും കൂടി ഇവിടെ പ്രസക്തമാണ് കേട്ടോ. എന്തും ഏട്ടൻ പറഞ്ഞത് കേൾക്കണം, അങ്ങനെയില്ല. അതുകൊണ്ട് ധർമ്മശാസ്ത്രം അറിയുന്ന എല്ലാം അറിയുന്ന ഏട്ടൻ പറയണത് കേൾക്കണോ? അറിയാത്ത ഏട്ടനല്ലല്ലോ. അനിയൻ പറയണത് ഏട്ടൻ കേൾക്കണോ എന്ന് ചോദിച്ചാൽ തീർച്ചയാണല്ലോ അറിവുള്ള ഏട്ടൻ പറയണത് തന്നെ കേൾക്കണം. അങ്ങനെ ഇങ്ങനെ പ്രശ്നത്തിനെ ലഘൂകരിച്ച് ഉത്തമ ഗജത്തിൻ്റെ ശിരസിൽ മെതിയടി വെച്ച് ദ്വാരകയിലേക്ക് മടങ്ങി നിശബ്ദമായിരിക്കുന്ന ശ്മശാനമൂകതയോടുകൂടി ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളില്ലാത്ത വാനത്തിനെ പോലെ എങ്ങും ദുഃഖിക്കുന്നതായിരിക്കുന്ന അയോധ്യയിലേക്ക് ഒരിക്കലും കൂടി കണ്ടുവരികയാണ് ഭരതൻ. അരക്കമില്ല, വാദ്യമില്ല, ഘോഷമില്ല, വീണ മുതലായിരിക്കുന്ന ഒന്നുമില്ല. വെള്ളം പറ്റിയ ഒരു ജലാശയത്തിൻ്റെ പോലെ ജീവികളൊക്കെ ചത്ത് വീണ്ട് കട്ട വരണ്ട ഒരു ജലത്തിനെ സംബന്ധിച്ച് സർവൈശ്വര്യം എന്ന് പറഞ്ഞാൽ അതിലത്തെ വെള്ളമാണ്. അതാണ്ട് വറ്റിയാൽ എന്താട്ടോ തീരുക. അടുത്ത മഴക്കാലം കൊതിക്കും എല്ലാവരും, ജീവജാലങ്ങളടക്കം. അത്തരത്തിലുള്ള അയോധ്യയെ കണ്ടുകൊണ്ടാണ് വരുന്നത്. ആദിത്യൻ പോലും ഇല്ലാതെ ഒരു പകലുണ്ടാവുമോ സാധാരണ? എന്നാൽ അത് അയോധ്യയ്ക്ക് സമമാവുമെന്ന് അർത്ഥം. ആദിത്യൻ ഇല്ലാത്ത രാത്രിയല്ല, അതിന് അത്ഭുതമില്ലല്ലോ. രാത്രി ആദിത്യൻ ഉണ്ടാവില്ല. ആദിത്യൻ ഇല്ലാത്ത പകൽ അങ്ങനെ ഒന്നുണ്ടോ? ആദിത്യൻ ഇല്ലെങ്കിൽ പിന്നെ അത് രാത്രിയല്ലേ എന്നാണ് ഇവിടെ എന്തായാലും ഒരു ഉപമ പറഞ്ഞേക്കുകയാണ്. അത്രയേ ഉള്ളൂ. സുരേരിയോ സൃഷ്ട ഉത്തമ ഭാസ്കർ സുരേശ്വരോ ഉത്സൃഷ്ടമ ഭാസ്കരം ദിനം. ഭാസ്കരൻ ഇല്ലാത്തതായിട്ടുള്ള ദിനത്തിനെ പോലെ നിരീക്ഷ സർവന്ത് വിവിക്തം ആത്മവാൻ മുമോച ബാഷ്പം ഭരതസ്തു ദുഃഖിതനായിക്കൊണ്ട് ഭരതൻ കണ്ണീർ വാർത്തുകൊണ്ട് അയോധ്യയിലേക്ക് വന്നു. എല്ലാവരോടും പറഞ്ഞു, അമ്മമാരെ അയോധ്യയിലാക്കി, അവരെ ഇനി ഒറ്റയ്ക്കാക്കണ്ടെന്ന് പറഞ്ഞ അമ്മമാരെ തതോ നിക്ഷിപ്യ മാതൃസ്ഥ അയോധ്യായാം ദൃഢവ്രത. അയോധ്യയിലെ അമ്മമാരെ നിക്ഷേപിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് സ്ഥാപിച്ചതിന് ശേഷം ശോകസന്തപ്തനായിട്ടുള്ള ഭരതൻ നന്ദിഗ്രാമത്തിലേക്ക് പോയി. എല്ലാവരും കേക്കച്ചിലെ പറയൂ, നന്ദിഗ്രാമം ഗമിഷ്യാമി സർവാനാമന്ത്രയേദ്യവ. അഹം നന്ദിഗ്രാമം ഗമിഷ്യാമി എന്ന് ക്രിയ വന്നാൽ അവിടെ അഹം എന്നുണ്ട്, വേറെ പറയണം നിർബന്ധമില്ല. ഗമിഷ്യാമി ക്രിയ നോക്കിയിട്ട് കർത്താവിനെ നിശ്ചയിക്കാം. നമുക്കത്തിലൊക്കെ അങ്ങനെ പ്രത്യേകതയുണ്ട്. നന്ദിഗ്രാമം ഗമിഷ്യാമി മീൻസ് അഹം നന്ദിഗ്രാമം ഗമിഷ്യാമി എന്നങ്ങനെ പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞു കൊണ്ടുപോയി. ഇവിടെ രാമൻ തന്നെയാണ് രാജാവ്. ഗതശ്ചകി ദിവൻ രാജ വനസ്തച്ച ഗുരുർമമ രാമം പ്രതീക്ഷേ രാജ്യായ സഹി രാജ്യാമഹായശ. രാമൻ തന്നെ ആകുന്നു രാജാവ്. ഞാൻ രാജാവ് ഒന്നുമല്ല, രാമൻ്റെ ആജ്ഞാനുവർത്തിയായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്നല്ല. രാമൻ വരുന്നത് വരെയൊക്കെ വ്രതചര്യയിലായിരിക്കും ഞാൻ കഴിഞ്ഞുകൂടുക. സ്വാദുള്ള ഭക്ഷണമൊന്നും കഴിക്കില്ല, നിലത്തേ കിടക്കുള്ളൂ. കിടക്കയിലോ സുഖമായിട്ടുള്ള ശയനമോ ഞാൻ സ്വീകരിക്കില്ല. ഏതച്യുത്വാ ശുഭം വാക്യം ഭരതസ്യ മഹാത്മന. ആത്മാക്കൾക്കല്ലേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇന്നലെ ദേവഗന്ധർവ ഋഷിമാരൊക്കെ പറഞ്ഞു ദശരഥൻ ഭാഗ്യം ചെയ്ത ആളാണ്. ഇങ്ങനെ രണ്ട് പുത്രന്മാർ
പുത്രസിംഹങ്ങളെ കിട്ടണ്ടേ? എത്ര സിംഹവിക്രമമുള്ളവർക്ക് അവരവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുണ്ടാവില്ല. അവിടെ സിംഹത്തൊക്കെ എവിടേക്കോ പോവും. ഇത് അതിലും ഇവർ കാണിച്ചു, മനസ്സിനെ ഒതുക്കി അവിടെ നിർത്തി. ഒരു സുഖസൗകര്യങ്ങളിലേക്കും പോകാണ്ട്. അതുകൊണ്ടാണ് പുത്രസിംഹങ്ങൾ എന്ന് പറഞ്ഞത്. കിട്ടിയവർ ദശരഥൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ, ഇനി അദ്ദേഹത്തിന് എന്താ വേണ്ട ഈ ലോകത്തിൽ എന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി. എല്ലാവരും അതിനെ അംഗീകരിച്ചു. വസിഷ്ഠൻ പറഞ്ഞു, ഭരത, അങ്ങയുടെ ഈ വാക്ക് അങ്ങയുടെ പുത്രസ്നേഹത്തിന് നിരക്കുന്നത് തന്നെയാണ്. എൻ്റെ തേര് വേഗം നന്ദിഗ്രാമത്തിലേക്ക് പോട്ടെ എന്നായി ഭരതൻ. അങ്ങനെ ആ തേരൊക്കെയാണ് നീങ്ങി. ആന, കുതിര, തേര് ഇതൊക്കെയും ആ പാതുകങ്ങൾ ശിരസിൽ വെച്ച് ഭരതൻ നന്ദിഗ്രാമത്തിലെത്തി അവിടുന്ന് ഇറങ്ങി. എല്ലാവരും കേൾക്കച്ചപ്പോൾ ഈ പൊൻപാതുകങ്ങളാണ് രാജ്യം ഭരിക്കുന്നത്. എന്തെങ്കിലും നല്ല കാഴ്ച വസ്തുക്കളാണെങ്കിലും വേണ്ടിയ വേറൊന്നാണെങ്കിലും ശരി, അത് തൃക്കാക്കലായ മതിയടിയിൽ സമർപ്പിച്ച് അതിനുശേഷം കാര്യാലോചനയോ ബാക്കി കാര്യങ്ങളോ ഭരതൻ ആലോചിക്കാറുള്ളൂ. ഇത് എൻ്റെ ജ്യേഷ്ഠൻ്റെ സിംഹാസനമാണ്, സിംഹാസനമാണ് വെച്ചിരിക്കുന്നത്. പെൺകൊറ്റൊക്കെ പിടിക്കുന്ന എല്ലാവരും ഇവിടെ ജ്യേഷ്ഠപാദങ്ങളിലാണ്, പാദങ്ങളിൽ കൂടെയാണ് ഇവിടെ ധർമ്മം നിലനിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചാമരം വീശിലും പെൺകെട്ടക്കൂടെയൊക്കെ ഇവിടെ ആവാം, ഇതെൻ്റെ ഏട്ടൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞ് രാമപാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ രാജ്യഭരണം ഏറ്റെടുത്തു. രാജകീയമായിട്ടുള്ള ഒരു ചിഹ്നങ്ങളും സ്വീകരിച്ചില്ല, ഒരു ആഡംബരങ്ങളും സ്വീകരിച്ചില്ല. രാഘവനായിട്ട് സമർപ്പിച്ചുകൊണ്ട് മാൻതോലും ജടയും ധരിച്ചുകൊണ്ട് അവിടെ സ്ഥിതി ചെയ്തു എന്ന് പറയാം. അവിടെ സ്ഥിതി ചെയ്യുക എന്ന് പറയുമല്ലോ. അങ്ങനെ ആ തപോവനത്തിൽ സ്ഥിതി ഒന്നിങ്ങനെ കാണിക്കുകയാണ്. ഭരതങ്ങട് പോന്നു, അയോധ്യയിൽ പോകുന്നല്ലോ. തപോവനത്തിലത്തെ ഒരു കാര്യത്തിലേക്ക് തിരിച്ചിങ്ങോട്ട് സീൻ മാറ്റുകയാണ്. കേക്ക് സീൻ മാറ്റും ഇങ്ങനെ. അതുകൊണ്ട് നമുക്കിനി അവിടെ എന്ത് നടക്കുന്നു എന്ന് നോക്കാം. ഭരതൻ നന്ദിഗ്രാമത്തിൽ ഇരിക്കട്ടെ. ഈ തപോവനത്തിൽ, കാട്ടിൽ രാമൻ ഉള്ളതായിട്ടുള്ള സ്ഥലത്ത് മഹർഷിമാർ എന്തോ ഒരു സ്വകാര്യം രാമനെ നോക്കി പറയുന്നത് രാമൻ കണ്ടു. എന്തായിരിക്കാം അവർ സ്വകാര്യം പറയുന്നുണ്ടാവുക? തേഷാം ഔത്സുക്യമാലക്ഷ്യ രാമസ്ത്വാത്മനി ശങ്കത. രാമൻ തന്നെക്കുറിച്ച് ശങ്കിച്ചു. ആ കുറേ താപസന്മാരുണ്ട്, ഒന്നും രണ്ടൊന്നില്ല, അനവധി മഹർഷിമാരുണ്ട്. അവരെ തൊഴുകയോട് കൂടിയിട്ട് ചോദിക്കുകയാണ്, നഗശ്ചിൽ ഭഗവൻ കിഞ്ചിൽ പുനർ വൃത്തമിതം മൈ. എന്നിൽ എന്തെങ്കിലും അപരാധം നിങ്ങൾക്ക് കണ്ടെത്താനായി കഴിഞ്ഞു? തിശ്യതേ വികൃതം മേന വിക്രിയന്തേ തപസ്സിന. തപസ്സിന് ഭംഗം വരുത്തക്ക വിധത്തിലോ അല്ലെങ്കിൽ അതിന് നിരക്കാത്തതോ ആയ എന്തെങ്കിലും തെറ്റ് എനിക്ക് സംഭവിച്ചോ? ഇനി അതല്ല, ലക്ഷ്മണൻ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ലക്ഷ്മണൻ കൂടെ ഉണ്ട്, വന്നു പോവല്ല, ഭരതനാണല്ലോ പോയത്. കൂടെയുള്ള ലക്ഷ്മണനിൽ നിന്ന് വല്ല അപ്രിയവും അരുതാത്തത് നിങ്ങൾക്ക് സംഭവിച്ചോ? പ്രമാദാചരിതം കിഞ്ചിൽ കച്ചിന്ന അവരജസ്യമേ. എൻ്റെ അനുജനായിട്ടുള്ള കൂടെയുള്ള ലക്ഷ്മണനിൽ നിന്ന് എന്തെങ്കിലും ഒരു അകൃത്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചോ? എന്താണ് നിങ്ങൾ സ്വകാര്യം പറയുന്നത്? നേരെ പറഞ്ഞാലും എൻ്റെ പത്നിയായിട്ടുള്ള സീത മഹർഷിമാരെ ശുശ്രൂഷിക്കുന്നതിൽ വല്ല വീഴ്ചയും വരുത്തിയോ? എന്നിൽ ശുശ്രൂഷിക്കണം എന്ന ആഗ്രഹം കൊണ്ട് അതിൽ താല്പര്യം കൂടി നിങ്ങളേക്ക് വീഴ്ച വരുത്തിയോ എന്ന് ചോദിക്കുകയാണ്. പ്രമദാപ്യുചിതം വൃത്തിം സീതായുക്തം ന വർത്തതേ. ആ സീതയുടെ നിങ്ങളുള്ള ശുശ്രൂഷയിൽ വല്ലതായിട്ടുള്ള കുറവും വന്നതായിട്ട് വല്ല സംഭവങ്ങളും ഉണ്ടായോ? അപ്പോൾ അവരൊക്കെ പറഞ്ഞു, അതർഷ്യജരയാ വൃദ്ധത്തപസാച ജരാംഗത വേപമാന ഉവാചോ ഓവാച രാമം ഭൂതദയാപരം. സർവേശ്വര, ഈശ്വര എന്നെ വിളിക്കണം. അങ്ങേക്ക് എന്ത് തെറ്റ് വരാനാണ്? അങ്ങേക്ക് തെറ്റ് വരിക എന്നത് ഈ ലോകത്തിൽ സംഭവിക്കുമോ? പിന്നെ അങ്ങയുടെ അനുജനാണ്, ഒത്ത അനുജൻ തന്നെയാണ്. ഏതെങ്കിലും ഒരു അനുജനായിട്ട് ഞങ്ങൾ കാണില്ല. പിന്നെ അദ്ദേഹത്തിന് തെറ്റ് വരുമോ? ഇനി സീതയുടെ കാര്യമാണ്, എങ്ങനെ സീത തെറ്റ് ചെയ്യും? അങ്ങേക്ക് പറ്റിയ പത്നിയാണ്, ഒക്കെ അങ്ങേക്ക് പറ്റിയ ആളെ തന്നെയാണ് ഈശ്വരൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് സീതയിൽ ഞങ്ങൾ തെറ്റൊന്നും കാണുന്നില്ല. പിന്നെ എന്താണ് ഇവിടെ പ്രശ്നം? ഇവിടെ വലിയ പ്രശ്നം രാക്ഷസന്മാരിൽ നിന്ന് ഞങ്ങൾ നേരിടുന്നു. അതിനെപ്പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞ് കൊണ്ടിരിക്കുന്നത്. രക്ഷോഭ്യസ്തേന സംവിഘ്നാ കഥയന്തിമിത കഥ. ആ രാക്ഷസന്മാർ ഈ യാഗങ്ങൾക്കും ഞങ്ങളുടെ തപോവൃത്തികൾക്കുമെല്ലാം ഭംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ദയവായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനൻ ഖരനാണ് എന്ന് പറയുകയാണ്. രാവണ അപരജക്കച്ചിൽ ഖരോ നാമേഖ രാക്ഷസ.
കരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏകരാക്ഷസൻ. ഉത്പാട്യ താപസാൻ സർവാൻ ജനസ്ഥാന നിവാസിന, ജനസ്ഥാനത്ത് നിന്ന് സർവ്വ താപസന്മാരെയും അവൻ ആട്ടിക്കളഞ്ഞിരിക്കുന്നു. ഇവനാവട്ടെ നരഭോജിയാണ്. ദിഷ്ടച്ചജിത കാശീച്ച നിശംസ പുരുഷാതക. പുരുഷാദൻ എന്ന് പറഞ്ഞാൽ ഈ നരഭോജികൾക്കാണ് പുരുഷാദൻ എന്ന് പറയുക. പുരുഷാദനാണവൻ. നരന്മാരെ പിടിച്ചു തിന്നുന്നവനാണ് ഉണ്ണി. ഗർവിഷ്ഠനും ദുഷ്ടനുമായ ആ കരന് അങ്ങയോടും ദേഷ്യമുണ്ട്. അങ്ങയുടെ നേരെ ആക്രമണത്തിന് അവൻ വന്നേക്കാം, അധികം താമസമില്ല. അങ്ങ് ഇവിടെ വന്നു എന്ന് കേട്ട മുതൽക്ക് അവന് വളരെ ദേഷ്യം കൂടിയിരിക്കുന്നു. എന്തോ അങ്ങയോടൊരു അപ്രിയം കാരണം അവർക്ക് എതിരാണെന്നൊരു തോന്നലാൽ. ചില രാക്ഷസന്മാരെയൊക്കെ കൊന്നല്ലോ, അതുകൊണ്ടാവാം. അതുകൊണ്ട് പല വിധത്തിലുള്ള രൂപമെടുത്തിട്ടാണ് കരൻ വരുന്നത്. ദർശയന്തിഹി ബീഭത്സൈ ക്രൂരേർ ഭീഷണകൈരഭി, ഭീതിപ്പെടുത്തുന്ന, ഭയപ്പാടുണ്ടാക്കുന്ന, വെറുപ്പുളവാക്കുന്ന രൂപത്തെ സ്വീകരിച്ച് എല്ലാവരെയും ഇവൻ ഭയപ്പെടുത്തുന്നു. രാമ, എങ്ങനെയെങ്കിലും ഈ രാക്ഷസന്മാരിൽ നിന്ന് ഞങ്ങൾക്കൊരു രക്ഷ തരണം. അത് പറയാൻ ഞങ്ങളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്രശസ്തേ അശുചിഭി സംപ്രയോജ്യ താപസാൻ, ശുചിത്വത്തെ കളഞ്ഞും ശുദ്ധം മാറ്റിയിട്ടും ശുദ്ധത്തെ ഇല്ലാതാക്കിയിട്ടും വൃത്തികെട്ട വസ്തുക്കൾ ഇവിടെ വർഷിച്ചിട്ടും ഈ യാഗത്തെ അവൻ മുടക്കി ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അവൻ ഒളിച്ചിട്ട് നിന്ന് മറ്റുള്ളവർക്ക് അദൃശ്യനായിട്ട് പല ഋഷിമാരെയും കൊന്നിട്ടുമുണ്ട്. തേഷു ആശ്രമസ്ഥാനേ ഷബുദ്ധം അവിലീയച്ച, ഒളിഞ്ഞു നിന്നിട്ട് മറ്റുള്ളവരുടെ ശ്രദ്ധയിലോ അല്ലെങ്കിൽ അവർ കണ്ണിന് പഥം അല്ലാതെ കാണാതെ നിന്നിട്ട് അവരെ എല്ലാം വധിക്കുകയാണ്. എന്നിട്ട് ഈ ഹോമകർമ്മം തുടങ്ങിയാൽ സ്രുവങ്ങൾ എടുത്തിട്ട് വലിച്ചെറിയുക, വെള്ളമെടുത്തിട്ട് തീയിലൊഴിക്കുക, കുടങ്ങൾ ഉടച്ച് കളയുക, മൺപാത്രങ്ങൾ, ഇങ്ങനെ വിവിധ ദ്രോഹങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുന്നു. തൽപുരാ രാമശാരീരം ഉപസംഹിതാം തപസ്സിഷു ദർശയന്തിക്ക് ദുഷ്ടാർത്ഥേ തിക്ഷാമൈമമാശ്രമം. ഈ ആശ്രമം ഞങ്ങൾ അത് കാരണം ത്യജിച്ച് പോവുകയാണ്. എവിടേക്കെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് അശ്വാശ്രമം വിട്ട് ഞങ്ങൾ പോവുകയാണെന്ന് പറയുകയാണ്. കൂട്ടത്തോടെ ഇവിടം വിട്ട് വേറെ രക്ഷാമാർഗം നോക്കി പോകേണ്ടി വന്നിരിക്കുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് കരൻ അങ്ങയിലും അധികം താമസിയാണ്ട് ഉപദ്രവം തുടങ്ങുമെന്ന് നിശ്ചയമാണ് എന്ന് പറഞ്ഞ് അവർ പോയി എന്ന് പറയുകയാണ്. സകളത്രസ്ഥ സന്ദേഹമോ നിത്യയുക്തസ്ഥരാകവോ അങ്ങയുടെ പത്നിക്കും മനുഷ്യനൊക്കെ ഇവൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നത് തീർച്ചയാണ്. ഇതും പറഞ്ഞ് ആ തപസ്സികൾ പോയി എന്ന് പറയുകയാണ്. നശാഗോത്തരേർ വാക്യേ അപബദ്ധം സുമുസുഖം, ഇങ്ങനെയും പറഞ്ഞ് അവരാണ് പോവുകയാണ്. അതോടുകൂടിയിട്ട് രാമൻ ആ ഋഷികളെ മുഴുവൻ അനുഗമിച്ച് കുറേ ദൂരം അവരുടെ പിന്നാലെ പോയി യാത്രയാക്കി. സംപ്രീതരായിട്ട് അവർ രാമനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ അനുഗ്രഹമൊക്കെ ഭഗവാൻ വാങ്ങി, അവരെ അനുഗമിച്ചു, നമസ്കരിച്ച് അവരുടെ അനുഗ്രഹവും വാങ്ങി രാക്ഷസന്മാരെ വധിക്കാൻ തീരുമാനം മനസ്സിൽ എടുക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ സോത്രേരാ അശ്രമമസാദ്യത്തം ഭവന്തേ മഹായശ തം ചാപി ഭഗവാൻ അത്രി പുത്രബൽ പ്രത്യബദ്ധത. അത്രി മഹർഷിയുടെ അടുത്തേക്ക് ഒന്ന് പോവാൻ തീരുമാനിച്ചു. അനസൂയയാണ് അത്രിയുടെ പത്നി. ഈ ത്രിഗുണമില്ലാത്ത ദിക്കിലെ അനസൂയി ഉണ്ടാവുള്ളൂ. അനസൂയയും ത്രിഗുണം യോജിക്കുന്നതാണ്. ത്രിഗുണമില്ലായ്മ കേട്ടോ, ത്രിഗുണമല്ല യോജിക്കുക. ത്രിഗുണമില്ലായ്മയും അനസൂയയും യോജിക്കും അല്ലേ. സത്വജസ്തമോ ഗുണങ്ങളില്ലാത്ത അവസ്ഥയ്ക്കാണ് എന്താ പറയുക, അത്രി എന്ന് പറയുക. അവിടെ എപ്പോഴും എന്തുണ്ടാവും, അനസൂയ. ത്രിഗുണങ്ങൾ ഉണ്ടാവും, എന്തുണ്ടാവില്ല, അനസൂയ ഉണ്ടാവില്ല. എപ്പോഴും അത്രി ആയതുകൊണ്ടാണ് അനസൂയ ഉണ്ടായത്. പേരും കൂടി യോജിച്ചിട്ടാണ്. എന്തായാലും അത്രി മഹർഷി രാമൻ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ അനസൂയ തൻ്റെ പത്നിയോട് പറഞ്ഞു, ആ സീതയെ വേണ്ട പോലെ സ്വീകരിക്കൂ അനസൂയെ. സീതാരാമന്മാർ വന്നിട്ട് ലക്ഷ്മണനുണ്ട്, അവരെ ഒന്ന് സ്വീകരിക്കണം. എന്നിട്ട് പറയുകയാണ്, ഈ അനസൂയയുടെ തപശക്തിയുടെ മാഹാത്മ്യം എന്താ ചോദിച്ചാൽ, അനവധി വർഷം ദശവർഷാണ്യ അനാവൃഷ്ട്യാദഗ്ധേ ലോകേ നിരന്തരം യയാ മൂലബലേ സൃഷ്ടേജ അനവീജ പ്രവർത്തിത. അത്രയും 10,000 വർഷം
ഭൂമിയിൽ വെള്ളമില്ലാത്തൊരവസ്ഥ വന്നു. മഴയില്ല, വെള്ളമില്ല. വല്ലാത്തൊരവസ്ഥയാണ്. മഴയില്ലെങ്കിൽ, മഴ അതിയായാൽ നമ്മൾ ശപിക്കും. പക്ഷേ മഴയില്ലെങ്കിലോ അതിനേക്കാളും കഷ്ടമാവും അല്ലേ. കുറച്ചധികം പെയ്തോട്ടെ എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നും. തുള്ളി വെള്ളം കുടിക്കാനില്ല എന്നുണ്ടെങ്കിലേ. അങ്ങനെ ഒരു അനാവൃഷ്ടി വന്നപ്പോൾ ഈ അത്രി മഹർഷി പറയുകയാണ്, എൻ്റെ പത്നിയായിട്ടുള്ള അനസൂയ തപസ്സനുഷ്ഠിച്ച് ഗംഗയെ ആവാഹിച്ചു ഇവിടെ വെള്ളം കൊണ്ടുവന്നു എന്ന് പറയുകയാണ്. അങ്ങനെ സുലഭമായിട്ട് എല്ലാവർക്കും വെള്ളം ലഭ്യമാക്കി. ലോകം ഇങ്ങനെ വെന്തരിയണം. ഇപ്പോൾ ബലമൂലങ്ങൾ സൃഷ്ടിച്ചു, ഭക്ഷണക്ഷാമം തീർത്തു, വെള്ളക്ഷാമം തീർത്തു. എല്ലാവർക്കും ഇവൾ തപശക്തി കൊണ്ട് ആശ്വാസം നൽകി. അത്ര തപശക്തി ഉള്ളവളാണെന്നർത്ഥം. എങ്ങനെയൊക്കെ ഇങ്ങോട്ട് ആവാഹിക്കുക, വെള്ളമില്ലാത്തവർക്ക് കൊണ്ട് വെള്ളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? ആർക്കും സാധിക്കുന്ന കാര്യമില്ല അത്. സർവ്വഭൂതങ്ങൾക്കും ഇവൾ സമ്പൂജ്യയാണ് രാമ. എല്ലാവരും ഇവളെ അത് കാരണം ബഹുമാനിക്കുന്നു, തപസ്വിനിയായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പറയില്ലല്ലോ. കോപഹീനയാണ്, സത്സ്വഭാവിയും ആണ് എന്നൊക്കെയുണ്ട് പറഞ്ഞപ്പോൾ തൊലി മുഴുവനെ ചുക്കി ചുഴിഞ്ഞ് തലയൊക്കെ നരച്ച് പ്രായമായിട്ടുണ്ട്. വേഗം ആ സീത വന്ദിച്ചു. ഇത്രയും വലിയ തപസ്യ വന്ദിക്കാൻ കിട്ടുക, ഒരു സന്ദർഭം കിട്ടുക എന്ന് പറഞ്ഞാൽ, അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതെന്നെ ഭാഗ്യല്ലേ. വേഗം അഭ്യവാദയത് അവ്യഗ്ര സ്വനാമ സമുദാഹരത്. വേഗം നമസ്കരിച്ചിട്ട് ഞാൻ സീതയാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തി. ഞാനാകുന്നു സീത എന്നങ്ങനെ പരിചയപ്പെടുത്തി. വേഗം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്നൊക്കെ അനസൂയ അന്വേഷിച്ചു. അങ്ങനെ ഈ ലോകത്തിൽ ഏറ്റവും വലിയത് സീതയെ ഭർത്തൃസുഖമാണ് ഒരു സ്ത്രീക്ക് സംബന്ധിച്ച്. ഭർത്താവിനെ ഈശ്വരനായിട്ട് എല്ലാമായിട്ട്, കാരണം എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഒരു ഭർത്താവ് ഇല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഒരു മങ്ങൽ തന്നെയാണ്. ഇന്നിപ്പോൾ കാലമൊക്കെ മാറി പല ആൾക്കാരും പറയും, എന്താ ഇപ്പോൾ ഭർത്താവില്ലെങ്കിൽ കഴിഞ്ഞൂടെ, ഒരു പുരുഷൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ സ്ത്രീക്ക് കഴിഞ്ഞൂടെ. അത് ഇന്നത്തെ കാലം, ഇത് ഇന്ന കാലം, അത് അന്തക്കാലം. പഴയ കാലത്ത് അങ്ങനെയല്ല, തിരിച്ചുകൊണ്ട്. ഇപ്പോൾ ഒരു പുരുഷൻ ഒറ്റയ്ക്കായാൽ സ്ത്രീയുടെ ആ ഒരു സാന്നിധ്യമാണ് അയാളെ ധന്യമാക്കണത്. ഒറ്റയ്ക്ക് അയാൾക്ക് എന്ത് ശോഭയുള്ളത്? ഇതെൻ്റെ ഭാര്യയാണ് പറഞ്ഞു കൊടുക്കാണ്ടാവണം അല്ലേ, ഇതെൻ്റെ ഭർത്താവാണ്. അതല്ലേ ലോകത്തിൽ വലിയൊരു കാര്യം. ഏതെങ്കിലും ഒറ്റയ്ക്കായാൽ അത് ശോഭയുണ്ടോ? ഉണ്ട്. സീതയെ ഭർത്താവ് ഏതൊരു സ്ത്രീക്ക് വളരെയധികം പ്രിയനാണോ ആ സ്ത്രീ സ്വർഗാദി സുഖങ്ങളടക്കം നേടും. ഈ ലോകത്തിലും സുഖം നേടും, പരലോകത്തിലും സുഖം നേടും. ഇവിടെ പറഞ്ഞു കൊടുക്കണം, യാസാം സ്ത്രീണാം പ്രിയോ ഭർത്ത. ഏതൊരു സ്ത്രീക്ക് അവളുടെ ഭർത്താവ് പ്രിയനാണോ താസാം ലോകാമഹോദയ. സ്വർഗാദി പരലോകങ്ങളും ഈ ലോകത്തെ സുഖങ്ങളും തന്നെ അവളെ തേടി വരും. ചില ഘട്ടത്തിൽ വിഷമം ഉണ്ടായാലും മറ്റൊരു ഘട്ടത്തിൽ സുഖം തീർച്ചയായിട്ടും തേടി വരും. അപ്പോൾ ആ മനസ്സ് അങ്ങനെ ആവണം എന്ന് പറയണം. ഇത് ശീലക്കാമവൃത്തോവാ ധനേർവാ പരിവർജിത. ഈ പ്രത്യേകം പറയണം, ധനം കയ്യിലില്ലെങ്കിലും ദരിദ്രനായാലും എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ടെങ്കിലും ദുശ്ശീലോ ദുർഭഗോ വൃദ്ധോ ജഡോ രോഗി അഥനോ പിവ. രാസക്രീഡയിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും പതി സ്ത്രീബിർ ന അന്തവ്യോ. ആ പതിയെ ഉപേക്ഷിക്കുന്നതിന് സ്ത്രീ അർഹയാകുന്നില്ല. അതവൾക്ക് അങ്ങനെ ചെയ്താൽ, ഉപേക്ഷിച്ചാൽ നരക ദുഃഖത്തെ കൊടുക്കുന്നതാകുന്നു. അതുകൊണ്ട് ആ പതി തന്നെയാണ് പരമേശ്വരൻ, പരമം ദൈവതം പതി എന്ന് അനസൂയ സീതയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനേക്കാൾ വലിയ ഒരു ബന്ധവും ഈ ലോകത്തിൽ വേറെ ഇല്ല. വനവാസകാലത്ത് സീത പറയുന്നുണ്ട്, ഏട്ടൻ സ്നേഹിക്കുന്നു, അച്ഛൻ സ്നേഹിക്കുന്നു, അമ്മ സ്നേഹിക്കുന്നു, അനുജൻ സ്നേഹിക്കുന്നു, മകൻ സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിനെല്ലാം പരിമിതികളുണ്ട് എന്നാണ് സീത പറയണം. ബോർഡറുണ്ട്. ആ ബോർഡർ കഴിഞ്ഞാൽ അമ്മ മിണ്ടാണ്ടിരിക്കുമെന്ന് പറയും. ശരിയല്ലേ? അമ്മ ഇത്തിരി മിണ്ടാണ്ടിരിക്കും, അവളുടെ കാര്യം ഞാനല്ലാണ്ട് വേറെ ആരാ നോക്കാനുള്ളത്. അമ്മ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ എന്നൊരു ചോദ്യം ഒരിക്കലെങ്കിലും വിവാഹം കഴിഞ്ഞ മകൻ ചോദിക്കാതിരിക്കില്ല, ഉറപ്പാണ്. അനിയനാണ് പറയുന്നത്, നീ ഇത്തിരി മിണ്ടാണ്ടിരിക്കുക, എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ എന്നൊരു ചോദ്യം ഒരു ഏട്ടനോ അനിയനോ ചോദിക്കാതിരിക്കില്ല. കുറേയൊക്കെ വിഷയം നല്ലതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ ചോദ്യം ഉണ്ടാവും. അച്ഛനും അതെ. അച്ഛൻ മകളെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു പരിധിവരെ ശ്രദ്ധിക്കാറുള്ളൂ, നീയൊക്കെ ഭർത്താവായിക്കോട്ടെ എന്നാണ്. അതുവരെയൊക്കെ ചിലപ്പോൾ നോക്കിയെന്ന് വരും. അപ്പോൾ അതിനും ഉണ്ട് പരിമിതി എന്നാണ് ശ്രീധവൻ. എല്ലാറ്റിനും പരിമിതി ഇല്ലാത്തൊരു സ്നേഹം ആർക്കേ ഉള്ളൂ? തൻ്റെ ഭർത്താവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങ് കാട്ടു പോവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരും. ഈ സൗകര്യങ്ങളൊന്നുമല്ല എനിക്ക് പിന്നെ വലുത്. ആ അതിരില്ലാത്ത സ്നേഹത്തിനെ ഞാൻ ആഗ്രഹിക്കുന്നു.
അപ്പോൾ ഇവിടെ അതന്നെയാണ് പറഞ്ഞത്, മറ്റൊരു ബന്ധുവിനെ ഞാൻ കാണുന്നില്ല എന്ന് അനസൂയ പറഞ്ഞു കൊടുക്കണം. സർവത്ര യോഗ്യം വൈദേഹി തപകൃതമിവാവ്യേ. ഭർത്താവിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം എടുത്തിട്ട് പറയണ പോലെ വേറെ ആളോട് പറയാൻ പറ്റുമോ ഒരു സ്ത്രീക്ക്? ആ ഭർത്താവിനോട് എന്ത് സ്വാതന്ത്ര്യം വേണമെങ്കിലും കാണിക്കാം ഇല്ലേ? എന്ത് സ്വാതന്ത്ര്യം കാണിച്ചാലും നല്ല ഭർത്താവ് അതൊക്കെ ക്ഷമയോട് കൂടിയിട്ട് ക്ഷമിക്കണു. അതുപോലെ വേറെ ആളോട് പറയാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യമാണ് അവിടെ ഏറ്റവും കൂടുതൽ സ്നേഹത്തേക്കാൾ. അതെടുക്കാൻ, അത് പറയാൻ, അത്രത്തോളം ആജ്ഞാപിക്കാൻ അടക്കം ഒരു സ്ത്രീക്ക് കഴിയും സ്നേഹമുണ്ടെങ്കിൽ. സസ്ത്രീയ സത്പതിമ്യഥ. നല്ലൊരു സ്ത്രീ നല്ലൊരു ഭർത്താവിനെ സ്നേഹം കൊണ്ട് വരച്ചവരയ്ക്ക് നിർത്തുന്നു, സ്നേഹം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നീ പുണ്യവതിയാണ്, കാരണം ഇങ്ങനെയൊരു ഭർത്താവിനെ നിനക്ക് കിട്ടുകയും ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ശരീരത്തിൽ പുരട്ടാനുള്ള ദിവ്യലേപനങ്ങൾ, അതുപോലത്തെ ഫെയർ ആൻഡ് ലവ്ലി കെമിക്കലൊന്നും അല്ല കേട്ടോ, അത് ആകപ്പാടെ തൊക്ക് കേടുവരികയുള്ളൂ. ഇത് അംഗരാഗം എന്ന് പറഞ്ഞാൽ ചന്ദനം, മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ മുതലായിട്ടതൊക്കെ ചേർത്തിയ ശരീരത്തിൽ പുരട്ടാനുള്ള ചില ലേപനങ്ങൾ, ആഭരണങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, ഇതെല്ലാം കൊടുത്തു. ഇതൊക്കെ നിനക്ക് എന്നും ഉപകാരം ആയിട്ട് തീരട്ടെ. അങ്ങനെ അനസൂയ പതിവ്രതാധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു സർഗ്ഗം അവസാനിക്കുന്നത്. ഈ സീതയും അനസൂയയും തമ്മിലുള്ള ഒരു സംഭാഷണവും ആ ഉപഹാരങ്ങളൊക്കെ സ്വീകരിച്ചു എന്നും പറയുന്ന ഭാഗമാണ് അടുത്ത ഭാഗം. തദേവമേദം തമനു പ്രദാസതി പതിപ്രധാനാം സമയാനുവർത്തിനി ഭവസ്വഭർത്ത് സഹധർമ്മചാരിണി യശശ്ച ധർമ്മഞ്ച തതസ്തമാപ്സി. നീ അനുവർത്തിച്ചു വരുന്ന ഈ ധർമ്മം എന്നും നിനക്ക് അതേപോലെ തന്നെ അനുവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ആ അനസൂയ സീതയെ അനുഗ്രഹിച്ചു. ഇനി ആ വിശിഷ്ടമായിട്ടുള്ള പദാർത്ഥങ്ങൾ സമർപ്പിച്ച് അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങണ കാര്യവും സീതയും തമ്മിലൊരു ചെറിയൊരു സംഭാഷണമൊക്കെ ഉണ്ട്. എന്നിട്ടാണ് അത്രി ആശ്രമത്തിൽ നിന്നാണ് പോണതും അയോധ്യാകാന്ഡം അവസാനിക്കുന്നതും. അപ്പോൾ ഒരു ഭാഗം കൂടി വേണം അയോധ്യാകാന്ഡം അവസാനിക്കാൻ. അടുത്ത ഘട്ടത്തിൽ അയോധ്യാകാന്ഡത്തെ ഭാഗത്തിൽ അവസാനിക്കുകയാണ്. ഒരു ഭാഗം കൂടി ഉണ്ട്. പൂർവന്നാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്നഗണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം വേതരാമായണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.